എക്സ്പെൽ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിഷ്ണുമായ സ്വാമി കളമ്പാട്ടുകളിലും ഭക്തിഗാനങ്ങളിലും മനോഹരമായി വർണ്ണിച്ചിരിക്കുന്ന സുന്ദരനായ ഒരു മൂർത്തി. അതിഗംഭീരമായ പൊന്നിൻ കിരീടമണിഞ്ഞവനും സുന്ദരമായ 1000 സൂര്യതേജസ്സോടുകൂടി തിളങ്ങുന്ന മുഖമുള്ളവനും സ്വർണാഭരണങ്ങൾ അണിഞ്ഞവനും മായക്കോലും നിധികുംഭവും അല്ലെങ്കിൽ മധുപാത്രവും പിടിച്ച പൊന്നുണ്ണി വിഷ്ണുമായ. യഥാർത്ഥത്തിൽ ഇതൊക്കെയാണോ ചാത്തന്റെ രൂപം? അല്ല. ചാത്തന്റെ രൂപം എന്ന് പറഞ്ഞാൽ ഇന്ന് എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടി വരുന്നത് ഒന്നു മാത്രമാണ്. പോത്തിന്റെ പുറത്തിരുന്ന് മനോഹരമായി പുഞ്ചിരിച്ചു വരുന്ന രാജാവിനെ പോലെ വേഷം ധരിച്ച ഒരു കൊച്ചുബാലൻ. ഇതെല്ലാം കലാകാരന്മാരുടെ ഭാവന മാത്രമാണ്. ഇന്ന് ഓരോ ചാത്തൻ സേവമടങ്ങളും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്വാമിയുടെ മുഖഭാവങ്ങൾക്ക് മാറ്റം വരുത്തി ചിത്രങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. രസകരമായ കാര്യം, ചില ചിത്രങ്ങളിൽ ചാത്തൻ പൂണൂലുമിട്ടിട്ടുണ്ട് എന്നതാണ്. ഇനി ചാത്തൻ എങ്ങനെയാണ്? ചാത്തന്മാരെല്ലാം കറുത്ത് ഉയരം കുറഞ്ഞ് കണ്ടാൽ പേടി തോന്നുന്ന രൂപങ്ങൾ ഉള്ളവരാണ് എന്ന് പറയപ്പെടുന്നു. ചോരക്കണ്ണുകളും രോമാവൃതമായ ശരീരമുള്ളവരും എപ്പോഴും മധുനുകർന്ന് നടക്കുന്നവരുമാണ് അവർ. ഒന്നുകൂടി തെളിയിച്ചു പറഞ്ഞാൽ ശരിക്കും കാട്ടാളന്മാരുടെ പ്രകൃതം. കൂളിവാക എന്ന വനകന്യയുടെ മക്കൾ ആണ് ഇവർ എന്നതിൽ തർക്കമില്ലല്ലോ. അതുകൊണ്ടാണ് ഇവർക്ക് കള്ളും മാംസവും രക്തവും പ്രസാദമായി നൽകുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയമുണ്ടാകും, ഞാനിങ്ങനെ പറയാൻ ഞാൻ ചാത്തന്മാരെ നേരിൽ കണ്ടുവെന്ന്. ചാത്തനെ നമ്മൾ എങ്ങനെയാണ് ആരാധിക്കുന്നത്, അങ്ങനെയാണ് ചാത്തൻ അവർക്ക് സ്വപ്ന ദർശനം തരിക. ഇന്ന് നമ്മുടെ സ്വപ്നത്തിൽ കാണുന്ന വിഷ്ണുമായ സ്വാമി നമ്മൾ കണ്ട ചിത്രങ്ങളിൽ ഉള്ള പോലെ തന്നെയായിരിക്കും. അതാണ് നമ്മുടെ മനസ്സിൻ്റെ പ്രത്യേകത. എന്നാൽ ഞാൻ മേൽപ്പറഞ്ഞ കാര്യം കേട്ടറിഞ്ഞത് ഒരു പ്രായം ചെന്ന ആളിൽ നിന്നാണ്. പുറം ലോകത്തെ കാര്യങ്ങളൊന്നും തന്നെ അറിയാത്ത അയാളുടെ വീടിന് മുന്നിലെ മരത്തിന് താഴെ കുത്തിച്ചാരി വച്ചിരിക്കുന്ന ഒരു ചെറിയ കല്ലാണ് അയാൾക്ക് ചാത്തൻ. ചാത്തൻ കഥകൾ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഫോണിലെ വിഷ്ണുമായ സ്വാമിയുടെ രൂപം അദ്ദേഹത്തെ കാണിച്ചു കൊടുത്തു. അപ്പോൾ അയാളുടെ മനസ്സിലുള്ള രൂപമാണ് ഞാൻ മേൽ പറഞ്ഞത്. അയാളത് അയാളുടെ ഗുരുകാരണവന്മാരിൽ നിന്നും കേട്ടറിഞ്ഞതാണ്. അതുകൊണ്ട് ഇതും ഒരു ചെറിയ അറിവായി ഞാൻ സ്വീകരിക്കുന്നു, അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയുമായി നമുക്ക് കാണാം.